ഹായ് ഓൾ, ഇന്ന് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രയാങ്കിൾ പഠിക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾ നമുക്ക് ആദ്യം ഐസോസ്ലെസ് ട്രയാങ്കിളിനെ പറ്റി പഠിക്കാം. ഐസോസ്ലെസ് ട്രയാങ്കിൾ പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്നാണ് പറയാം. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ രണ്ട് സൈഡ് എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ അത് ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്നാണ് പറയാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ തിയറം നോക്കാം. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. എന്താ പറയുന്നത്? ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ഉണ്ട്, എ ബി സി. ഇതാണ് നമ്മളുടെ ഈക്വൽ സൈഡ്സ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏത് ആംഗിൾ? ഈ സൈഡ്. ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈ സൈഡ്. അല്ല, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എ ബി. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് പറയുക. ഐസോസ്ലെസ് ട്രയാംഗിൾ എടുത്താൽ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി എന്ന്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൈസെക്ടർ വരയ്ക്കാം. ലെറ്റ് us construct a bisector of ആംഗിൾ എ. ആംഗിൾ എന്റെ ബൈസെക്ടർ. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് പറയാം. അങ്ങനെയാണെങ്കിലോ ആംഗിൾ ബി എ, ഇതിനെ നമുക്ക് ഡി എന്ന് വിളിക്കാം. ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി. ബി എ ഡിയും സി എ ഡിയും ഈക്വൽ ആണെന്ന് പറയാം. ബി എ ഡിയും സി എ ഡിയും ഈക്വൽ. പിന്നെന്താ? എ ബി ഈക്വൽ ടു എ സി എന്ന് പറയാം. രണ്ട് ട്രയാങ്കിളുടെ ഈക്വൽ സൈഡ് കിട്ടി. പിന്നെന്താ? എ ഡി ഈക്വൽ ടു എ ഡി. എ ഡി ഈക്വൽ ടു എ ഡി, കോമൺ സൈഡ്. രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ് എ ഡി. എ ബി ഈക്വൽ ടു എ സിന്റെ കാരണം എന്താ? ഐസോസ്ലെസ് ട്രയാങ്കിൾ. ഐസോസ്ലെസ് ട്രയാങ്കിളിൽ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ എന്താ കിട്ടി? എ ബി ഈക്വൽ ടു എ സി ഒരു സൈഡും എ ഡി ഈക്വൽ ടു എ ഡി രണ്ടാമത്തെ സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും ആയിട്ടുള്ള ആംഗിൾ ബി എ ഡി ആംഗിൾ ഈക്വൽ ടു ആംഗിൾ സി എ ഡി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് SAS റൂൾ എന്ന് പറയാം. വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ബി എ ഡി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ബി എ ഡി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ സി എ ഡി. ബി എ ഡിയും സി എ ഡിയും കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. കോൺഗ്രുവന്റ് ആയിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ എ സി ഡി. എ ബി ഡിയും എ സി ഡിയും ഈക്വൽ ആണ്. എ ബി ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും എ സി ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും രണ്ട് ഈക്വൽ ആണ്. കാരണം എന്താ? സി പി സി ടി കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. തിയറം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആർ ഈക്വൽ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആർ ഈക്വൽ എന്ന് പറയാം. അടുത്ത തിയറം നോക്കാം. ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. എന്താണ്? ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾ. ഈ ആംഗിളും എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നാണ് പറയാം. കാരണം എന്താ? നമുക്ക് ASA റൂൾ വെച്ചിട്ട് അത് പ്രൂവ് ചെയ്യാം. ASA റൂൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC, the bisector AD of angle A is perpendicular to side BC. Show that AB equal to AC and triangle ABC is isosceles. ട്രയാങ്കിൾ ആണെന്നുണ്ട് ABC. ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. അതിൽ ആംഗിൾ എന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ സൈഡുമായിട്ട് പെർപെൻഡിക്കുലർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റേ സൈഡുമായിട്ട് പെർപെൻഡിക്കുലർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ AB ഈക്വൽ ടു AC ആണ് പ്രൂവ് ചെയ്യേണ്ടത്. AB ഈക്വൽ ടു AC എന്ന് പറഞ്ഞാൽ ഇത് ഐസോസ്ലെസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ, ഈ ഡി എന്ന് വിളിച്ചാൽ കൺസിഡർ ട്രയാങ്കിൾ എ ഡി ബി
ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി. കാരണം 90 ഡിഗ്രിയാണ്. പെർപെൻഡിക്കുലർ അല്ല, പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ, ബൈസെക്ടർ ആണെന്ന് പറഞ്ഞിട്ടില്ല. പെർപെൻഡിക്കുലർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഈക്വൽ ടു 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ, ബൈസെക്ടർ ആണെന്ന് പറഞ്ഞിട്ടില്ല. അടുത്തെന്താ? നമുക്ക് എ ഡി ഈക്വൽ ടു എ ഡി എന്ന് പറയാം. എന്തുകൊണ്ട്? കോമൺ ആയതുകൊണ്ട്. പിന്നെന്താ? നമുക്ക് ഈ സൈഡ് കിട്ടി, ഈ സൈഡ് കിട്ടി, ഈ ആംഗിളും കിട്ടി. ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആംഗിൾ ബി എ ഡി ഈക്വൽ ടു ആംഗിൾ സി എ ഡി. ബി എ ഡിയും സി എ ഡിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? കാരണം ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഈസ് പെർപെൻഡിക്കുലർ ടു സൈഡ് ബി സി എന്നാണ് പറഞ്ഞത്. ബൈസെക്ടർ ഓഫ് ആംഗിൾ പറഞ്ഞാൽ ആംഗിളിന്റെ എ രണ്ട് ഭാഗത്തേക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഈക്വൽ ആയിട്ട്. അപ്പം ദിസ് ഈസ് ഗിവൺ. നമുക്ക് എന്തൊക്കെ കിട്ടി? ഒരു ആംഗിൾ കിട്ടി, രണ്ട് ആംഗിൾ കിട്ടി, ഒരു സൈഡും കിട്ടി. ഒരു ആംഗിൾ, രണ്ട് ആംഗിൾ, ഒരു സൈഡ്. AS തിയറം വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാം. ട്രയാംഗിൾ എ ഡി ബി കോൺഗ്രുവന്റ് ട്രയാംഗിൾ ഡി ഡി സി. എ ഡി ബിയും എ ഡി സിയും കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയാ? ASA റൂൾ വെച്ചിട്ട്. ASA റൂൾ വെച്ചിട്ട് അത് കോൺഗ്രുവന്റ് ആണ്. കോൺഗ്രുവന്റ് ആണെങ്കിൽ എന്താ? കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയിരിക്കും. എ ബി ഈക്വൽ ടു എ സി. എ ബി ഈക്വൽ ടു എ സി എന്താ? സി പി സി ടി. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ implies triangle ABC is isosceles. Isosceles. Triangle ABC is isosceles. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. E and F are respectively the midpoints of equal sides AB and AC of triangle ABC. Show that BF equal to CE. നമുക്ക് എന്താ? ആദ്യം ട്രയാങ്കിൾ എടുക്കാം. ABC പറഞ്ഞ ട്രയാങ്കിൾ, ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ AB എന്ന് പറഞ്ഞതിന്റെ മിഡ് പോയിന്റ് ഏതാ? E ആണ്. AC എന്ന് പറഞ്ഞതിന്റെ മിഡ് പോയിന്റ് ഏതാ? F ആണ്. Show that BF equal to CF. BF equal to CE എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ആ രണ്ട് ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. കൺസിഡർ ട്രയാങ്കിൾ ABF ആൻഡ് ട്രയാങ്കിൾ ACE. B equal to AC ആണ്. എന്താ? given isosceles. AB equal to AC. isosceles triangle ആണെന്ന് പറഞ്ഞു. പിന്നെ AF equal to AE ആണ്. AF equal to AE കാരണം എന്താ? ഹാഫ് ആണ്. halves of AB and AC. AC ന്റെ ഹാഫ് ഏതാ? AC ന്റെ ഹാഫ് പറഞ്ഞാൽ AB. AC ന്റെ ഹാഫ് പറഞ്ഞാൽ AF ആണ്. AB ന്റെ ഹാഫ് പറഞ്ഞാൽ AE ആണ്. തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യും. രണ്ട് സൈഡ് കിട്ടി. നമുക്ക് എന്താ? ഒരു ആംഗിൾ വേണം. ABF ഈക്വൽ ടു ABF ACF ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ എ കോമൺ ആയിട്ട് എടുത്തൂടെ? ആംഗിൾ BAF ഈക്വൽ ടു ആംഗിൾ CAE. BAF CAE കോമൺ ആയിട്ട്. BAF ആംഗിൾ ACE കോമൺ ആണ്. കോമൺ ആംഗിൾ നൽകി. അങ്ങനെയാണെങ്കിൽ എന്താ? രണ്ട് സൈഡും ഒരു ആംഗിളും കിട്ടി. രണ്ട് സൈഡും ഒരു ആംഗിളും. SAS തിയറം. SAS theorem, ABF congruent to triangle ACE. SAS rule. ABF ACയും congruent ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താ? BF equal to CE എന്ന് പറഞ്ഞൂടെ? BF equal to CE.
സി പി സി ടി വെച്ചിട്ട് പറയാം. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? എ ബി എ സി ഈക്വൽ ആണ്. എ ബി എ സി ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താ, കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ സി ഇ. ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ആ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ സി ഈക്വൽ ടു എ ബി എന്ന് പറയാം. തന്നിട്ടുണ്ട്. എ ബി എ സി ഈക്വൽ ആണ് തന്നിട്ടുണ്ട്, ഗിവൺ. പിന്നെന്താ നമുക്ക് പറയാൻ പറ്റുക? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയാം. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. Angles opposite to equal sides are equal. In an isosceles triangle, angles opposite to equal sides are equal. Angle B equal to angle C. അടുത്ത നമുക്ക് എന്ത് പറയാം? BE ഈക്വൽ ടു സി ഡി ആണെന്ന് തന്നിട്ടുണ്ട്. BE ഈക്വൽ ടു സി ഡി ആണ് തന്നിട്ടുണ്ട്, ഗിവൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? രണ്ട് ഭാഗത്തുനിന്നും DE മൈനസ് ചെയ്യാം. BE മൈനസ് DE ഈക്വൽ ടു സി ഡി മൈനസ് DE. രണ്ട് ഭാഗത്തുനിന്ന് DE മൈനസ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും? BE മൈനസ് DE എന്ന് പറഞ്ഞാൽ BD ആണ്. CD മൈനസ് DE എന്ന് പറഞ്ഞാൽ CE ആണ്. അപ്പം നമുക്ക് രണ്ട് സൈഡും കിട്ടി, ഒരു ആംഗിളും കിട്ടി. രണ്ട് സൈഡും ഒരു ആംഗിളും. SAS തിയറത്തിൽ റൂൾ വെച്ചിട്ട് ഏത് രണ്ട് ട്രയാങ്കിളാണ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടിയത്? ട്രയാങ്കിൾ ABDയും കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ACEയും. ACEയും ABDയും കോൺഗ്രുവന്റ് ആണ്. SAS റൂൾ വെച്ചിട്ട് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഇംപ്ലൈസ് AD ഈക്വൽ AE എന്ന് പറയാൻ പറ്റുമോ? AD ഈക്വൽ AE, AD ഈക്വൽ ടു AE, CP CT, corresponding parts of congruent triangles.